കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു ടീമായി സൈറ്റുകളിൽ പോയി. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. എന്തൊരു ചേലാണ്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന മുഖ്യമന്ത്രി. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ആ റോഡിന്റെ പുരോഗതി കാണാൻ നമുക്ക് മനസ്സിന് എന്തൊരു കുളിർമയാണ്. സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തമില്ല, കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തമില്ല. 4ാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നു. മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ്. കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷന് മുമ്പ് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ പണിതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുതിയ ദേശീയപാത ഉണ്ടാക്കണല്ലോ, അയിമക്കൂടെയൊക്കെ പോകുമ്പോഴേ ഒറ്റ പഠിപ്പിച്ച് പോകണം. തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. മഴ തുള്ളിട്ടിട്ടുള്ളൂ, അപ്പോഴത്തിന് പൊഞ്ഞാടൽ ഇറങ്ങിയില്ലേ. ഈ വർഷം കാറ്റുമ്പോഴത്തിനെ ആ ദേശീയപാത ഉണ്ടാവില്ലെന്ന് എന്റെ തോന്നല്. എന്തൊരു ചേലാണ്.